നോമ്പ് അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവവിശ്വാസത്തെ നാം പണയം വയ്ക്കുന്നുണ്ടോ? ദൈവവിശ്വാസത്തെ നാം പണയം വയ്ക്കുന്നുണ്ടോ? പുറപ്പാട് പുസ്തകത്തിൽ മോശയിലൂടെ നൽകപ്പെടുന്ന ഒരു നിയമമുണ്ട്. ആരുടെയെങ്കിലും കാളയോ മൃഗമോ ഒരു അടിമയെ കുത്തി മുറിവേൽപ്പിക്കുകയോ അതിലൂടെ അടിമയുടെ ജീവന് ഹാനി വരികയോ ചെയ്താൽ ആ അടിമയുടെ ഉടമസ്ഥന് 30 വെള്ളിക്കാശ് നൽകണം. അതായത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അടിമയുടെ വിലയാണ് 30 വെള്ളിക്കാശ്. ക്രിസ്തുവിനെ കൊല്ലുവാൻ വേണ്ടി റോമൻ പടയാളികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യൂദാസ് 30 വെള്ളിക്കാശ് കരങ്ങളിൽ വാങ്ങി. ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന വിലയാണ് യൂദാസ് ക്രിസ്തുവിനെ നൽകിയിട്ട് വാങ്ങിയത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, 3.5 വർഷക്കാലം കർത്താവിനെ അനുഗമിച്ചവനാണ് യൂദ. എന്തായിരുന്നു യൂദയുടെ ലക്ഷ്യം? ക്രിസ്തുവിനെ അനുഗമിക്കുക വഴി എന്തൊക്കെയായിരുന്നു യൂദ ആഗ്രഹിച്ചത്? ഒരുപക്ഷെ ഭൗതികമായ ചില നേട്ടങ്ങളാകാം, ചില അധികാരങ്ങളാകാം. ജനസമ്മതനായ കർത്താവ് നാളുകളിൽ ഉന്നത സ്ഥാനങ്ങൾ കടന്നു വരുമ്പോൾ എനിക്കും അത്തരം സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന ചിന്തകളാകാം. എന്നാൽ അവൻ കർത്താവിനെ ഒറ്റുകൊടുത്തുകൊണ്ട് ഒറ്റുകാരനായിട്ട് മാറുകയാണ്. ഈ നോമ്പിന്റെ നാളുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാം ഒറ്റുകാരാണോ? വിശ്വാസത്തെ പണയം വയ്ക്കുന്നവരാണോ നാം? എന്തിനാണ് നാം കർത്താവിനെ അനുഗമിക്കുന്നത്? ഭൗതികമായ ചില നേട്ടങ്ങൾക്കാണോ? ചില അധികാര മോഹങ്ങൾക്കാണോ? ഭൗതികമായിട്ട് നമ്മുടെ ജീവിതത്തെ ഭംഗിപ്പെടുത്തുവാൻ വേണ്ടിയാണോ? അതോ അതിനേക്കാൾ തീവ്രമായി ക്രിസ്തു എന്ന രക്ഷകനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിപ്പാൻ നാം തയ്യാറാകുന്നുണ്ടോ? ചിലയിടങ്ങളിലൊക്കെ നമ്മുടെ വിശ്വാസങ്ങൾ പണയം വയ്ക്കപ്പെടുന്നുണ്ട്. ചില മോഹങ്ങൾ പൂർത്തീകരിപ്പാൻ വേണ്ടി, ചില സാമ്പത്തികമായ നേട്ടങ്ങൾ നേടുവാൻ വേണ്ടി, ചില ഭൗതികമായ സമ്പത്തുകൾ കൈയടക്കുവാൻ വേണ്ടി, ചില അധികാരങ്ങൾ നേടുവാൻ വേണ്ടി ചിലയിടങ്ങളിൽ വിശ്വാസം നാം പണയം വയ്ക്കുമ്പോൾ നാം തിരിച്ചറിയുക, യൂദയ്ക്ക് തുല്യരായി നാമും മാറുകയാണ്. ഒറ്റിക്കൊടുക്കലുകളെ, പണയം വയ്ക്കലുകളെ മാറ്റി നിർത്തി നമ്മുടെ ജീവിതങ്ങളെ പരിശോധിപ്പാൻ, നമ്മുടെ കുറവുകളെ ഉണരുവാൻ, കർത്താവിലേക്ക് മടങ്ങി വരുവാൻ കഴിയുന്ന നാളുകളായി ഈ നോമ്പ് കാലഘട്ടം മാറ്റപ്പെടണം. കർത്താവെ, നിന്നെ പണയം വയ്ക്കുന്നവനായി എന്റെ ജീവിതം മാറരുതേ എന്ന തീരുമാനത്തോടെ ഈ നോമ്പ് കാലഘട്ടങ്ങളിലായിരിക്കാൻ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.